രാക്ഷസന് ശേഷം മലയാളത്തിലും തെലുങ്കിലും ത്രില്ലറുകളുടെ എണ്ണം കൂടി. പക്ഷേ രാക്ഷസനെ മറികടക്കാനായില്ല വിഷ്ണു വിശാൽ. കാരണം ശരിയാണ്, രാക്ഷസന് ശേഷം നല്ലൊരു തെലുങ്കിലൊക്കെ നല്ല ത്രില്ലറൊക്കെ വരുന്നുണ്ട്. പക്ഷേ രാക്ഷസനോടൊപ്പം തന്നെ നല്ല ത്രില്ലർ ഒപ്പം മുട്ടിയ നല്ല ത്രില്ലർ സിനിമകളൊക്കെ ഉണ്ട്. പക്ഷേ രാക്ഷസൻ ഒരു മാസ് ക്ലാസ് ഐറ്റമാണ്. അതൊന്നും പറയാനില്ല. ആ BGM, പ്രത്യേകിച്ച് ആ വില്ലൻ വരുമ്പോഴുള്ള BGM, പിന്നെ ആകാംക്ഷ, ശരിക്കും നല്ലൊരു കൾട്ട് ക്ലാസിക്കൽ ത്രില്ലറായിരുന്നു ഇത്. സത്യം രാക്ഷസൻ പുള്ളിയുടെ കരിയറിൽ ബെസ്റ്റ് ഫിലിം ഇതാണ്. അതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. നിർമ്മാതാക്കൾ ഒരുപാട് നടന്മാരൊക്കെ വേണ്ടെന്ന് വെച്ച സിനിമയാണ്. വലിയ പ്രമുഖനായ നടന്മാരൊക്കെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അവരൊക്കെ വേണ്ടെന്ന് വെച്ച സിനിമയാണ്. പക്ഷേ ഇയാളുടെ കരിയറിലൊരു ബിഗസ്റ്റ് ത്രില്ലറാണ്. വിഷ്ണു വിശാൽ കരിയർ ബെസ്റ്റ് ഫിലിം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, രാക്ഷസൻ. അതൊരു അന്യായ പടം. പക്ഷെ മറ്റുള്ള ത്രില്ലറുടെ എണ്ണം കൂടിയെന്നല്ല, പക്ഷേ രാക്ഷസനെ മറികടക്കാനായോ ആയില്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ രാക്ഷസനോട് അത്ര എത്തിയില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മുട്ടി നിൽക്കാൻ പറ്റിയ ത്രില്ലറുകൾ ധാരാളം ഉണ്ട്. പക്ഷേ എന്നാൽ രാക്ഷസൻ ബെസ്റ്റ് ഫിലിം തന്നെയാണ്.